ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ പോണ്. ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിങ്ങോട്ട് വാട്ടുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള വാടി വരുന്നുണ്ട് കേട്ടോ. ഒരു കിലോ ബീഫ് എടുത്തേക്കണം. അതിലേക്കുള്ള സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കഴിക്കാൻ നെയ്ച്ചോറിട്ടാ വെക്കണത്. ഇത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും ഇട്ടിട്ടില്ല. അതാണ് കേട്ടോ അരിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക്, കറുകപ്പട്ട, തക്കോലം, ഏലക്കായ, കരയാമ്പൂ, കറുകപ്പട്ട ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി തക്കാളി ജ്യൂസ് അടിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളത്തിന് തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം. കുക്കറിൽ ഞാൻ ഇറച്ചിയും ഉരുളക്കിഴങ്ങും ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മസാലയും കൂടി ഇട്ട് വിസിലടിക്കുന്നു. കുക്കറിയിലിട്ട് വിസിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, കുക്കറിലിട്ട് വിസിൽ വരുന്നുണ്ട്. വെന്തിട്ട ചോറിലേക്ക് ഞാൻ ദമ്മിടാൻ പോകണം. ദമ്മല്ല, വെറുതെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദമ്മിട്ട് കഴിഞ്ഞിട്ടോ ചോറെല്ലാം ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി നെയ്യുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് വെച്ചിട്ട് ഓഫ് ചെയ്യാം. നെയ്ച്ചോറായി ബീഫ് വിസിലൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മധുരം പോലെ ഉണ്ടായി. അത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്.